നമുക്ക് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കിയാലോ? ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകും. ചട്ടി ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെക്കണം. ചട്ടി അധികം കരിഞ്ഞു പോലും. ചട്ടി ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, ഉലുവ എന്നിട്ട് പൊട്ടിക്കുക. കടുക് ഉലുവയും തീ കുറച്ച് വെച്ച് വേണം കടുക് ഉലുവയും പൊട്ടിക്കുക. ഇല്ല കടുക് കരിഞ്ഞു പോവും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കൂടുതൽ 2-3 പച്ചമുളകും കൂടി ഇടുക. ഇത് നന്നായി ഒന്ന് മൂക്കട്ടെ. മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് അടുത്ത ഇതിന് ചേർക്കാനുള്ള മസാല റെഡിയാക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ 2-3 കറിവേപ്പിലയും കൂടെ ഇടുക. ഫ്രഷ് കറിവേപ്പില ഇടുവാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്ന കറിവേപ്പില ഞാനിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് മസാല ചേർക്കാം. കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് ആവശ്യമുള്ളത്. ഇത് ഈ മൂപ്പിച്ച് വെച്ചതിനകത്തോട്ടിട്ട് കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ച് നന്നായി ഇളക്കി മസാല മൂപ്പിക്കുക. ഈ മസാല മൂത്ത് വരുമ്പോഴത്തേന് ചെറുതീയിൽ വേണം മൂപ്പിക്കാൻ. മസാല മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് വെക്കണം. ചൂടുവെള്ളം അടുത്ത് വെച്ചേക്കണം. മസാല മൂത്ത് വരുമ്പോൾ നമുക്ക് ഒഴിക്കാനുള്ളതാണ്. പിന്നെ 2 കഷ്ണം കുടംപുളി ഇടുക. മീൻ എന്തോരമുണ്ടോ അതിൻ്റെ പാകത്തിന് പുളി നോക്കി ഇടണം. പിന്നെ മസാല മൂത്ത് നമുക്കിനി കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് മസാല മൂപ്പിച്ചെടുക്കാം. കുറേശ്ശെ വേണം ചൂടുവെള്ളം ഒഴിക്കാൻ. ഒരുപാട് വെള്ളം ഒന്നിച്ച് കോരി ഒഴിക്കരുത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. കാണുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതലാണെന്ന് തോന്നും, പക്ഷേ ഇല്ല, കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാണ്. മസാല ഇതുപോലെ എങ്ങും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മസാല ലൂസാക്കി എടുത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് മസാല ഒന്ന് പിന്നെ മൂപ്പിക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ചേർത്ത് നമുക്ക് പാകത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ മീൻ കഷ്ണം മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വരും. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ മീൻ കഷ്ണം വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണം ഇട്ട് മീൻ കഷ്ണം പൊടിഞ്ഞു പോകാതെ മീൻ കഷ്ണമെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പരുവത്തിലാക്കി ഇനി ചട്ടി ഒന്ന് മൂടി വെക്കാം. ഇനി തിളച്ച് കഴിയുമ്പോൾ നോക്കാം. മീൻ കറി തിളച്ച് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഈ ചാറൊന്ന് കുറച്ച് പറ്റണം. നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് എരിവും പുളിയൊക്കെ നോക്കണം. ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ഈ സമയത്ത് ചാറൊക്കെ ഒന്ന് പറ്റി വന്നാൽ മതി. ബാക്കിയെല്ലാം പാകത്തിനാണ്. ഇതൊന്ന് പറ്റി ഓക്കെ. ഇപ്പം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പച്ചക്കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഇനി കറി മൂടി വെക്കാം. അതെ, കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡിയായി. നമുക്കൊന്ന് നോക്കാവേ. ഇതുണ്ടോ, നന്നായിട്ട് ചാറൊക്കെ കുറിയൊന്ന് സെറ്റായിട്ടുണ്ട് മീൻകറി. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി മീൻകറി. കപ്പയുടെ കൂടെ കളിക്കാൻ നല്ല അടിപൊളി ഫിഷ് കറിയാണ് കേട്ടോ. ഇത് ഇന്ന് കഴിക്കുന്നതൊക്കെ കഴിഞ്ഞ് നല്ല നാളെ കഴിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.